നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ ഈ ഡിഗ്രിയൊക്കെ പഠിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടല്ലേ? എങ്ങനെയുള്ള ജോലിയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? IT കമ്പനിയിലെ ജോലി, ഗവൺമെൻറ് ജോലി, ഓഫീസ് ജോബ്സ്, അക്കൗണ്ടൻറ്റ്, CA CMA പോലുള്ള കോഴ്സുകൾ പഠിച്ച് ആ മേഖലയിലുള്ള ജോലികൾ അല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ IT ജോലി പ്രിഫർ ചെയ്യുന്നത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ സിനിമയുടെ എഫക്റ്റാണ്. കാരണം നമ്മൾ ഈ സിനിമ കാണുമ്പോഴത്തേക്കും സിനിമയിൽ കാണിക്കുന്ന IT കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ഓഫീസുകൾ, അവിടെ അത്യാവശ്യം നല്ല AC ക്യാബിൻ, കറങ്ങുന്ന കസേരകൾ, സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള കൊളീഗ്സ്, കോഫി മെഷീൻ, ലേറ്റ് നൈറ്റ് പാർട്ടീസ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ഈ പറയുന്നൊരു ഫ്ലോയിൽ പറഞ്ഞു പോകുന്നൊരു പറച്ചിലുണ്ട്. നമ്മുടെ എറണാകുളം ജില്ലയിൽ ചെന്നിട്ട് ഒരു 10 കല്ല് മുക്കിയറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ 5 വരുന്ന ബിടെക്കാരുടെ നിലയിലാണ്. കാര്യം എന്താണ്? ബിടെക്ക് പഠിച്ച ആൾക്കാർക്ക് പോലും ഒരു IT കമ്പനിയിൽ 20,000 രൂപയ്ക്ക് സ്റ്റാർട്ടിങ് സാലറി കിട്ടുന്നില്ല. അവർ ജോലി കിട്ടാണ്ട് തപ്പിക്കൊണ്ടിരിക്കണം. അപ്പം പിന്നെ BSc ഫിസിക്സ് പഠിച്ച ഒരാളെ IT കമ്പനിയിൽ എന്താണ് കാര്യം? എന്താണ് നിങ്ങളുടെ റോൾ അവിടെ? എന്താണ് നിങ്ങളവിടെ ചെയ്യാൻ പോകുന്ന പണി? പിന്നെ അക്കൗണ്ടൻറ്റ്, BCom പഠിക്കുന്ന എല്ലാ കുട്ടികളും ധാരണ ദേ വിൽ ബിക്കം അക്കൗണ്ടൻറ്റ്. പക്ഷെ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ പഠിച്ച ഡിഗ്രിയിൽ എവിടെയെങ്കിലും ഒരു അക്കൗണ്ടൻറ്റ് ചെയ്യേണ്ട പണി എന്താണെന്ന് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഒരിക്കലും പഠിച്ചിട്ടില്ല. കാരണം ഞാനും BCom പഠിച്ചൊരു വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം. നമ്മളൊരിക്കലും ഈ അക്കൗണ്ടൻ്റ് ആണുള്ള പണികളൊന്നും പഠിക്കുന്നില്ല BComനകത്ത്. പിന്നെ ഗവൺമെൻറ് ജോബ് നല്ലതാണ്. പക്ഷെ ഒന്ന് ആലോചിക്കുക, 5 ലക്ഷം ഗവൺമെൻറ് സ്റ്റാഫുകളിൽ 2 ലക്ഷം ആൾക്കാർ വർക്ക് ചെയ്യുന്നത് പോലീസ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ. ബാക്കി 2 ലക്ഷം ആൾക്കാരിൽ എത്ര വേക്കൻസി ഒരു കൊല്ലം ഉണ്ടാകും? ഒരു 25,000, 30,000. അതിൻ്റെ പുറകെ ഒരു 30 ലക്ഷം 40 ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുമുണ്ട്. പിന്നെ ഓഫീസ് ജോബ്, അതെന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഒരു സെയിൽസ് ടീമിന് വേണ്ടിയ സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുന്ന ആൾക്കാരാണ്. അവരെ ഗൈഡ് ചെയ്യുകയും അവരുടെ കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഓഫീസ് സ്റ്റാഫിൽ നിന്നുള്ള പണികൾ ചെയ്യുന്നത്. കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ സെയിൽസ് റിലേറ്റഡ് ആൾക്കാർ. സോ ഡിഗ്രി പഠിക്കുന്ന നമ്മുടെ ജോലി അപ്പോൾ എവിടെ ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, കസ്റ്റമർ കെയർ സപ്പോർട്ട്, ദെൻ അക്കൗണ്ടിങ്, ബാങ്കിങ്, ഇൻഷുറൻസ്, ദെൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഈ മേഖലകളിലാണ് ഡിഗ്രി പഠിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളത്. ഡിഗ്രി എന്ന് പറയുന്നത് ഒരു എലിജിബിലിറ്റിയാണ്, ഒരിക്കലും അതൊരു ജോബ് ഓഫറിംഗ് അല്ല. അവിടെ നമ്മുടെ സ്കില്ലും എക്സ്പീരിയൻസും കാശ് മുടക്കുന്ന മുതലാളി നോക്കും. ഒരു ഫ്രഷറെ അവർ ഹയർ ചെയ്യാൻ നോക്കുന്നത് കുറഞ്ഞ ശമ്പളം കൊടുത്ത് ഒരാളെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എങ്കിലും ആ കമ്പനിയിൽ നിങ്ങളെ ജോലിക്ക് എടുക്കുമ്പോൾ നിങ്ങളിലുള്ള സ്കില്ലുകൾ, അതായത് മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടീമിൽ നിങ്ങളെങ്ങനെ സ്യൂട്ടാകും, ഇങ്ങനെയുള്ള കോമൺ സെൻസ്, പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ടോ, ഇങ്ങനെയുള്ള സ്കില്ലുകൾ നിങ്ങൾക്കുണ്ടോ എന്നാണ് അവർ അനലൈസ് ചെയ്യും ഇൻ്റർവ്യൂ ടൈമിൽ. എന്നിട്ടാണ് ഫ്രഷേഴ്സിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പം ശരിക്കും നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ജോബ് സെർച്ച് ചെയ്യുന്നതിന് പകരം ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ജോലി സാധ്യതയുള്ള മേഖലകളിൽ എക്സ്പീരിയൻസ് കണ്ടത്, അല്ലെങ്കിൽ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടത്. സോ നമ്മുടെ കമ്പനി ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നിങ്ങൾ 1 രൂപ ഒരു സബ്സ്ക്രിപ്ഷനോ ഫീസോ ഒന്നും ഞങ്ങളുടെ കമ്പനിക്ക് തരണ്ട. നിങ്ങളെ ഞങ്ങൾ ട്രെയിൻ ചെയ്ത് പറഞ്ഞാൽ ഇതൊരു വലിയ പ്രോഗ്രാമൊന്നുമല്ല, ജസ്റ്റ് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി. റിയൽ ടൈമിൽ വർക്കുകൾ ചെയ്യുക. അപ്പോൾ ഒരു വർക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും. ആ വർക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ പ്ലേസ് ചെയ്യും. സോ കൂടെ നിൽക്കും. ഉറപ്പായിട്ട് ഞങ്ങൾ നിങ്ങളെ കറക്റ്റായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്ത് പ്ലേസ് ചെയ്യുന്നതായിരിക്കും. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. സീറ്റ്സ് ലിമിറ്റഡ് ആണ്. താങ്ക് യു.